പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണ്. റാം സാറിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ സത്യമാണ്. ഒരു കുട്ടിക്ക് പോലും ഇപ്പോഴും മാനേജ്മെന്റ് അല്ലെങ്കിൽ സ്റ്റാഫ് റാങ്കിന് അഗേൻസ്റ്റ് പറയാനുള്ള ധൈര്യം ഇപ്പോഴും ഇപ്പം ഞാൻ ചോദിച്ചു ഒരു കുട്ടിയോട് പറയുന്നു കുറച്ച് പേരല്ലാണ്ട് ബാക്കിയുള്ളവർ ഇപ്പോഴും വാതിർക്കില്ല. സാറെന്ന് വിളിക്കാൻ പോലും തോന്നുന്നില്ല. ഒരു മൃഗവാത് സാറല്ലത്. ഒരു ചെറുക്കിനെ വിട്ടിട്ട് എന്നെ ഇങ്ങനെ അടിച്ചു. അപ്പോൾ അത് ഷൂട്ട് പോരാന്ന് പറഞ്ഞ് വീണ്ടും അടിച്ചു. ആ ചെറുക്കിന് സഹായസ്ഥനാണ് ഓൺ ബിഹാഫ് ഓഫ് ദ ഹോൾ ക്ലാസ് ആൻഡ് ഹിം. കണ്ണൂരിൽ മരണപ്പെട്ട നീരജിൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ വാർത്തകളാണ് ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കുന്നത്. കുറച്ച് ലോണിൻ്റെ കേസ് പറയുന്നുണ്ട്, ലോൺ ആപ്ലിക്കേഷൻ്റെ കേസ് പറയുന്നുണ്ട്, അതുപോലെ ഹണി ട്രാപ്പിൻ്റെ എന്തോ സംഭവങ്ങൾ പറയുന്നുണ്ട്. എന്നാലും അവിടുത്തെ മെയിനായിട്ടുള്ളൊരു സംഭവം എന്ന് പറയുന്നത് അവിടുത്തെ ഒരു പ്രൊഫസറായിരുന്ന റാം എന്ന് പറയുന്ന ഒരാളുടെ ഇടപെടലിനെ പറ്റിയാണ് പറയുന്നത്. അപ്പം ഇതുവരെ അവിടുത്തെ ഒരു കുട്ടികൾ പോലും ഇതിനെതിരെ പ്രതികരിച്ചിട്ടില്ലായിരുന്നു. എന്നാൽ ഈ ഒരു മരണത്തിന് ശേഷം കൂടുതൽ കുട്ടികൾ വന്നിട്ടുണ്ട്. അപ്പം അവരുടെ കുറച്ച് പേരുടെ റിയാക്ഷൻസ് ആണ് ഇപ്പം നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഇപ്പോൾ ഇത് പറഞ്ഞിട്ട് എൻ്റെ ജീവിതം ഉണ്ടാവുന്നല്ലോ എനിക്കറിയില്ല. പക്ഷെ എനിക്കിത് പറയണം. എനിക്ക് രാത്രി ഉറങ്ങാൻ കൂടി പറ്റുന്നുണ്ടായിരുന്നില്ല ഇത് പറയാണ്ടിരുന്നിട്ട്. ഞാൻ നിറ്റിൻ്റെ ക്ലാസ്മേറ്റ് ആണ്. ഫസ്റ്റ് ഇയർ വീഡിയോ സ്റ്റുഡൻ്റ് ആണ് അഞ്ചലിക്കണ്ടി ദന്തൽ കോളേജിലെ. പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണ്. റാം സാറിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ സത്യമാണ്. അവൻ്റെ പേപ്പർ എല്ലാവരും മുമ്പിൽ വെച്ച് ഓരോ കുട്ടികളായിട്ട് കൊടുത്ത് വായിപ്പിച്ച് അവനെ നല്ല രീതിക്ക് ഹറാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവന് മാത്രമല്ല ക്ലാസ്സിനെ ഫുൾ ബോഡി ഷെയിം ചെയ്യാറുണ്ട്. എന്നെ ഫാറ്റി ഗേൾ എന്ന് വിളിക്കാറുണ്ട്. നിറം കുറവാണെങ്കിൽ കറുത്തിട്ടാണ് പറയാറുണ്ട്. പക്ഷേ നിറം കൂടി കുട്ടിയാണെങ്കിൽ യു ലുക്ക് ലൈക്ക് സിൻഡ്രല്ല എന്നും പറയാറുണ്ട്. നമ്മളൊക്കെ അപ്പോൾ അങ്ങ് അടിച്ച് താത്ത സംസാരിക്കുന്നത്. ക്ലാസ്സിൽ കയറി അന്നത്തെ ദിവസം കളയും, പിറ്റേ ദിവസം കളയും, ഒരു മാസത്തെ വേണമെങ്കിൽ അങ്ങനെ കളയും. അത് പേടിച്ചിട്ട് ക്ലാസ്സിൽ പോകണേ. ക്ലാസ്സിൽ പോകുമ്പോൾ തന്നെ പറയും നിങ്ങളൊന്നും പഠിപ്പിക്കത്തൊന്നുമില്ല, മതപരമായ കാര്യങ്ങളും ബോഡി ഷേമിങ്ങും മാത്രം. 1 മണിക്കൂർ ക്ലാസ് എങ്കിൽ 55 മിനിറ്റും അത് മാത്രമേ പറയത്തുള്ളൂ. 5 മിനിറ്റ് മാത്രം ക്ലാസ് എടുത്തിട്ട് പോകും. അവനെ നന്നായിട്ട് ഹറാസ് ചെയ്യുന്ന അവൻ ടാർഗറ്റ് ആയിരുന്നു സാറിൻ്റെ. ഞാൻ ക്ലാസ്സിൽ വരും, നിങ്ങൾ കംപ്ലയിൻറ്റ് ചെയ്തോ, എന്താണെന്ന് വെച്ചാൽ കംപ്ലയിൻറ്റ് ചെയ്തോ, എനിക്ക് കുഴപ്പമില്ല. ക്ലാസ്സിൽ പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരാളെ കൊന്നിട്ടുണ്ട്. എല്ലാം സത്യ. ആ കുട്ടി പറഞ്ഞതൊക്കെ സത്യ. ഇതൊന്നും കള്ളത്തരൊന്നുമില്ല. അപ്പോൾ നമ്മൾ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അസ്മിത് സാർ വന്നിട്ട് ഇങ്ങനെ തന്നെയാണ് സംസാരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം, അറ്റ് ലാസ്റ്റ് നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം എന്നുള്ള രീതിയിൽ പറയാറുണ്ടായിരുന്നു. ഫസ്റ്റ് ഇയറിൽ കുറേ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ തേർഡ് ഇയർ എത്തിയപ്പോഴും പുള്ളിക്കാരൻ ഞാനൊരു ഉത്തരം പറഞ്ഞു, പുള്ളിക്ക് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഉറക്കെ പറഞ്ഞു പുള്ളിക്ക് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ അടിക്കാൻ പറ്റില്ല. ഒരു പെൺകുട്ടിയാണ്. അടിച്ചാൽ പോലും എനിക്ക് കംപ്ലയിൻറ്റ് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ചെറുക്കിനെ വിട്ടിട്ട് എന്നെ ഇങ്ങനെ അടിച്ചു. അപ്പോൾ അത് ഷൂട്ട് പോരാന്ന് പറഞ്ഞ് വീണ്ടും അടിച്ചു. ആ ചെറുക്കിന് സഹായസ്ഥനാണ് ഓൺ ബിഹാഫ് ഓഫ് ദ ഹോൾ ക്ലാസ് ആൻഡ് ഹിം. ഞാൻ എന്ത് കഷ്ടമാണല്ലേ. ഇവനെയൊക്കെ ആരാണ് സാറായിട്ടും അല്ലെങ്കിൽ പ്രൊഫസറായിട്ടും ഒക്കെ ഓരോ കോളേജുകൾ നിയമിക്കുന്നത്? ഇതുപോലെയുള്ള കുറേ എണ്ണം ഉണ്ടാവും കേരളത്തിൽ. വർണ്ണത്തിൻ്റെ പേരിലും വിവേചനം നടത്തുന്ന കുറേ എണ്ണം. അതുപോലെ തന്നെ കേട്ടില്ലേ, ഓരോ കാര്യങ്ങൾ പറയുന്നത് മതത്തിൻ്റെ പേരിൽ സംസാരിക്കുന്നു, മതത്തിൻ്റെ കാര്യങ്ങളാണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഓരോരുത്തരെ ടാർഗറ്റ് ചെയ്യുന്നു. ഈ കുട്ടികളൊക്കെ ഇപ്പോൾ പറഞ്ഞാൽ ഇനിയിപ്പോൾ നാളെ ഇവരുടെയൊക്കെ എന്തൊക്കെ അവസ്ഥയാവും നമുക്കൊന്നും അറിയത്തില്ല. എന്നാൽ പോലും എനിക്ക് പറയാനുള്ള ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു സംഭവങ്ങൾ ഏതെങ്കിലും കോളേജുകളിൽ ആരെങ്കിലും അനുഭവിക്കേണ്ടി വന്നാൽ ഓൺ ദ സ്പോട്ടിൽ ഇപ്പം നമുക്ക് പറയാനായിട്ട് ഒത്തിരി സാഹചര്യങ്ങളും ഒത്തിരി ചാൻസുകളും ഉണ്ട്. അതായത് സോഷ്യൽ മീഡിയ ആയിട്ടോ ഒക്കെ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊക്കെ പ്രതികരിക്കണം. പ്രതികരിക്കാതിരുന്നു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഒരു ജീവൻ നഷ്ടപ്പെടുമ്പോൾ പിന്നീട് നമ്മൾ അതിനെപ്പറ്റിയൊന്നും പറഞ്ഞു തന്നിട്ട് കാര്യമില്ല. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക കേട്ടോ. ഇങ്ങനെയുള്ള സാറുമാരെയൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നതിനെപ്പറ്റി അവരെയൊക്കെ എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ പറയുക.